അത് ഭയങ്കര കോമഡിയാണ്. കാരണം എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് സംഭവിച്ചത്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചാണെങ്കിൽ കൂടി ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോകുന്ന ഒരാളായിരുന്നില്ല. കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ പോയാൽ പോയി എന്നുള്ള ആ ഒരു ലെവൽ ഒരു ബിലീഫേ ഉണ്ടായിരുന്നുള്ളൂ. സ്പിരിച്വലി നമുക്കറിയില്ല, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഉണ്ട് നമുക്കറിയില്ല. പക്ഷേ എന്താ അറിയില്ല, നമ്മൾക്ക് ഒരു പോയിന്റ് എത്തിയ ടൈമിൽ ഓട്ടോമാറ്റിക്കലി മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് തോന്നുക. ഹൂ ആം ഐ, ഞാൻ ആരാണെന്ന് നമുക്ക് തോന്നുക. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ലൈഫല്ല. ഇപ്പം ഞാൻ ആരാണ് നമുക്കൊരു വ്യക്തത. കാരണം ഞാൻ ഇന്ത്യനാണ്, ഞാൻ കേരളീയനാണ്, അങ്ങനെ പല പല ഐഡൻറ്റിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും എൻ്റെ പേര് നിർമ്മലാണ്. അപ്പം അങ്ങനെ പല ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഞാൻ ആരാണ് എന്നുള്ളൊരു സംഭവം തന്നെയാണ് ഫസ്റ്റിങ് ട്രിഗറായത്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും അടിപൊളിയായി ചില്ല് ചെയ്ത് നടക്കുന്ന പിള്ളേരാണ്. അപ്പം അവരോടത് പറയുന്ന സമയത്ത് അവർക്കത് കൺവിൻസ് ആവുന്നില്ല. നമുക്കൊരു കുറച്ച് വട്ടം, പക്ഷെ നമുക്കത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കങ്ങനെ പറ്റിയൊരു സർക്കിളില്ല. അപ്പം അതിനെ ആദ്യമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് അത് വളരെ ഫ്ലോപ്പ് ആവുന്നു. പിന്നെയാണ് സ്പിരിച്വൽ ലീഗ് വരുന്നത്. സ്പിരിച്വൽ ലീഗ് പിന്നെ ഒരു സക്സസ് ആയി. അപ്പം അങ്ങനെയാണ് പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും ഈ സ്പിരിച്വാലിറ്റി നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായി മുന്നോട്ട് വരുന്നത് അങ്ങനെയാണ്. പിന്നെ പ്രാണിക് ഹീലിങ്ങും അതുവഴി ഒരു ഗുരുവൊക്കെ വന്ന സമയത്ത് ഒന്നും കൂടി അത് അതിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. കാരണം ഇത്രയും പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി നമുക്ക് വളരെ ചുരുങ്ങിയ സംഭവം അറിയുള്ളൂ എന്ന് മനസ്സിലായത്.